ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫംഗ്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. കൃപയും ബലരാമനും കൂടി കൺമണിയെ തന്നെയാണ് സ്റ്റേജിലേക്ക് ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നത്. വന്നപാടെ കൺമണിയോട് ചോദിക്കുന്നുണ്ട് കൃപ ടെൻഷൻ ഉണ്ടോന്ന്. അല്പം ടെൻഷൻ ഉണ്ടെന്നാണ് കൺമണിയുടെ മറുപടി. അത് കേട്ട് കൃപ സദസ്സിലുള്ള എല്ലാവർക്കുമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ കൺമണി പേടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കൺമണി എങ്ങനെയാണെന്ന് അറിയുമോ? ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. വരുൺ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവൻ റോഡിൽ വെച്ച് കൺമണിയെ ആക്രമിച്ച് വീഴ്ത്തിയും ഡിസൈൻ മോഷ്ടിച്ചു. എന്നിട്ട് എന്തായി? കൺമണി ആശുപത്രിയിലായി. ആശുപത്രിയിൽ നിന്ന് കൺമണി മുറിവെല്ലാം ഭേദമാകുന്നതിന് മുമ്പ് തന്നെ അവിടം വിട്ട് ക്ലയൻസിന്റെ മുമ്പിൽ അരമണിക്കൂർ കൊണ്ട് ഒരു ഡിസൈൻ ലൈവായിട്ട് വരച്ചു തീർത്തു. ക്ലയൻസിനെ ഞെട്ടിച്ചെന്ന് വേണം പറയാൻ. കൺമണി ഇങ്ങനെ ബലരാമനും കൃപയും ചേർന്ന് സ്തുതിക്കുന്നതെല്ലാം കേട്ട് കാണികളെല്ലാവരും കൈയടിക്കുന്നുണ്ട്. ആന്റിയമ്മയും മാനസയും ശ്രീദേവിയും ഒഴികെ. സാഗറിനെ ആശുപത്രിയിൽ വെച്ച് ആക്രമിക്കാൻ വന്നപ്പോഴും കൺമണി തന്റെ രക്ഷക്കെത്തിയ കാര്യവും കൃപ ഈ അവസരത്തിൽ തുറന്നു പറയുന്നുണ്ട്. തുടർന്ന് ബലരാമനും പറയുന്നുണ്ട്, കൺമണി പലതവണ കൃഷ്ണനെ പല അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു. തനിക്ക് അവകാശപ്പെട്ട നേട്ടം മറ്റു ചിലർ തട്ടിയെടുത്തപ്പോഴും അവകാശവാദം ഉയർത്താതെ ഒരു ചിരിയോടെ നേരിട്ടു. കൃപ ഇത് മാനസയെ നോക്കിയിട്ടാണ് പറയുന്നത്. അങ്ങനെയെല്ലാമുള്ള സൂപ്പർ ഡ്യൂപ്പർ കൺമണിയെയാണ് നമ്മൾ ഇവിടെ ആദരിക്കുന്നത്. വെറും ആദരിക്കുക മാത്രമല്ല, മറ്റു ചില വിശേഷങ്ങൾ കൂടെയുണ്ട്. ഈ ഇവന്റ് എന്തുകൊണ്ടും സംഭവ ബഹുലമാക്കാൻ പോവുക. അങ്ങനെയും കൂടെ അവര് പറഞ്ഞത് കേട്ടിട്ട് മാനസ ശ്രീദേവിയുടെ ചെവിയിൽ സ്വകാര്യമായിട്ട് പറയുകയാണ്, അത് സത്യമാ, സംഭവ ബഹലം തന്നെയാ. ഇപ്പൊ അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നു. തുടർന്ന് ബലരാമനും കൃപയും കൂടെ നമ്മുടെ കൺമണിക്ക് ഒരു അടിപൊളി സമ്മാനം കൊടുക്കണ്ടേ ചോദിക്കുമ്പോ അവിടെ ഇരിക്കുന്ന എല്ലാവരും വേണമെന്ന് ഏറ്റു പറയുകയാണ്. കൺമണിക്ക് സമ്മാനം കൊടുക്കുന്നതിനായിട്ട് സാഗറിനെ ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. എന്നാൽ സാഗർ പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ബലരാമന് മനസ്സിലാവുന്നുണ്ട്. ബലരാമൻ എന്നിട്ട് പറയും, അച്ഛനെ ഒറ്റയ്ക്ക് വിളിച്ചാൽ അച്ഛൻ വരില്ല കൃപേ. നേരിലെ പോലെ മറ്റൊരാൾ കൂടെ ചെയർമാനൊപ്പം ഉണ്ടല്ലോ, മിസ്സസ് സാഗർ, അതായത് സുജാത സാഗർ. അതനുസരിച്ച് രണ്ടുപേരെയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൂട്ടത്തിൽ ആന്റിയമ്മയും ജയമോഹനെയും ഒക്കെ ക്ഷണിക്കുന്നുണ്ട് വേദിയിലേക്ക്. കൃഷ്ണന് തന്നെ മാത്രം വിളിക്കാത്തതിൽ പരിഭവമുണ്ട്. എന്നിട്ട് കൃപയോട് സ്വകാര്യത്തിൽ വിളിച്ച് പറയുക, എന്നെയും കൂടെ വിളിക്കാൻ. കൃപ അത് ഉറക്കെ എല്ലാവരോടായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ കൃഷ്സാഗർ അവിടെ ഇരുന്ന് ചോദിക്കുന്നു, വേദിയിലേക്ക് വിളിക്കുന്നില്ലേന്നു. ആ, പേടിക്കണ്ട, ഉടനെ തന്നെ വിളിക്കാം. ഇവരുടെ എല്ലാം ഈ സന്തോഷം കണ്ടിട്ട് ഒട്ടും രസിക്കാതെ നിൽക്കുന്നുണ്ട് വരുണും. ശേഷം സാഗറിന് സംസാരിക്കാൻ അവസരം കൊടുക്കുകയാണ്. സാഗർ പറയുന്നുണ്ട്, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് ഞാനും സുജാതയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഞങ്ങളെ സംബന്ധിച്ച് ഇത് വെറും ഒരു ഇവന്റ് അല്ല, ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമാണ്. കൺമണിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തുടക്കം. കൃപയും ബലരാമനും കൂടെ കൺമണിയെ ഇവിടെ സൂപ്പർ കൺമണിയെന്നും സൂപ്പർ ഡ്യൂപ്പർ കൺമണിയെന്നും ഒക്കെ സംബോധന ചെയ്തു. പക്ഷെ എനിക്കും സുജുവിനും ഇത് കൺമണി മോള. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സാഗറും സുജാതയും കൺമണിയെ അവരുടെ അരികിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ശ്രീനിവാസനും. തുടർന്ന് സാഗർ പറയുകയാണ്, അലിഗേരെ ഒരു ഡിസൈനർ മാത്രമല്ല ഞങ്ങൾക്ക് കൺമണി, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് രക്ഷക കൂടിയെ. എന്നെ, സുജുവിനെ, കൃപയെ, കൃഷ്ണനെ ഒക്കെ പല ഘട്ടങ്ങളിലായി രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ അലിക എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വത്തിനെയും ഞങ്ങളുടെ ജീവനെയും രക്ഷിച്ച മോളാണ് ഈ കൺമണി. കൺമണി ഇപ്പൊ നമ്മളുടെയൊക്കെ ഒരു സ്വത്താണ്. കൺമണിക്ക് അലികയുടെ വക ഒരു ചെറിയ സമ്മാനം ഞാൻ നൽകുകയാണ്. ഇതും പറഞ്ഞ് സാഗർ സുജാത ഈ സമ്മാനം കൊടുക്കാൻ തുടങ്ങുന്നതും കൃപ കൊടുക്കല്ലേ എന്ന് പറയുകയാണ്. എത്ര നേരമായി നമ്മുടെ MD അവിടെ കൈയും കാലും ഇട്ട് അടിക്കുന്നു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഏട്ടനും അലികയുടെ MDയുമായ കൃഷ്സാഗറിനെ കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് കൃപ പറഞ്ഞപ്പോഴാണ് കൃഷ്ണനും വേദിയിലേക്ക് വരാൻ പറ്റിയത്. നിറഞ്ഞ കയ്യടികളോടെ തന്നെ കൃഷും കൺമണിക്ക് അരികിൽ ചെന്ന് നിൽക്കുകയാണ് വേദിയിൽ. ഈ സന്തോഷവും ആഘോഷവും ഒക്കെ പിടിക്കാത്ത മാനസയാകട്ടെ ശ്രീദേവിയുടെ കാതിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവരുടെ അവസാനത്തെ ആഘോഷമാണ്, കുറച്ച് സമയം കഴിയുമ്പോൾ കഥ ആകെ മാറി മറിയും എന്ന്. കൺമണിക്കായിട്ട് ഒരു പുരസ്കാരമാണ് സമ്മാനമായി കൊടുക്കുന്നത്. ഈ കാഴ്ചയെല്ലാം കണ്ട് ഒട്ടും താങ്ങാനാവാതെ ഇരിക്കുന്നുണ്ട് മാനസയും അതുപോലെ വരുണുമെല്ലാം. സുജാത പിന്നെ തന്റെ ഗിഫ്റ്റ് കൂടെ കൺമണിക്ക് കൊടുക്കുകയാണ്. പൊന്നും കുടത്തിന് പൊട്ട് വേണ്ടാന്ന് പറയും, പക്ഷെ ഞങ്ങളുടെ ഈ പൊന്നിന് ഒരു പൊട്ട് തൊടിയിക്കാൻ പോവാന്ന് പറഞ്ഞ് ഡയമണ്ട് ജ്വല്ലറി സെറ്റ് എല്ലാം കൺമണിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് സുജാത. മാത്രമല്ല കൺമണിയുടെ കവളത്ത് സ്നേഹത്തോടും ഉമ്മയും കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് വരുണും മാനസയും ഒക്കെ. അവർക്കൊട്ടും സഹിക്കുന്നില്ല ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. വരുൺ അതുകൊണ്ട് തന്നെ മാനസയോട് രഹസ്യമായിട്ട് ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങളൊക്കെ, എന്തായി, ഏതുവരെയായി? വരുണിനോടൊന്ന് അടങ്ങാൻ മാനസ ആംഗ്യഭാഷയിലൂടെ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം ഒന്ന് സ്പീഡപ്പ് ആക്കാൻ നിർബന്ധിക്കുകയാണ് വരുൺ മാനസയെ. ഇവിടെ സ്റ്റേജിൽ കൺമണിയോട് സംസാരിക്കാൻ വേണ്ടി പറയുകയാണ് കൃപയും ബലരാമനും കൂടിയിട്ട്. കൺമണി ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നുണ്ട് എല്ലാവരെയും. ഇവരെന്നെ ഒരുപാട് വാക്കുകൾ പറഞ്ഞ് വിശേഷിപ്പിച്ചു. എന്റെ കഴിവുകളെ കുറിച്ചൊക്കെ വാനോളം പുകഴ്ത്തി. എനിക്ക് ചിലപ്പോൾ കഴിവുണ്ടാകാം,
പക്ഷെ ആ കഴിവ് പ്രകടിപ്പിക്കാനും വളരാനും ഒരു സന്ദർഭവും സാഹചര്യവും കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനം. അലിക എനിക്ക് ആ അവസരം തന്നു. അരമണിക്കൂർ കൊണ്ട് എനിക്ക് ആ ഡിസൈൻ വരയ്ക്കാൻ സാധിച്ചുവെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അലികയ്ക്ക് കൂടെയാണ്. ചെയർമാൻ മുതൽ ഇങ്ങോട്ടുള്ള എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും. കൺമണിയുടെ വാക്കുകൾ കേട്ട് മാനസ ഒഴികെ ബാക്കി എല്ലാവരും കൈയടിക്കുന്നുണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ. മാനസ പുച്ഛത്തോടെ ഇതൊക്കെ കേട്ടിരിക്കുന്നു. തുടർന്ന് കൺമണി പറയുന്നുണ്ട്, എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെക്കുറിച്ച് എല്ലാവരും പറഞ്ഞ വാക്കുകളും എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും ഒക്കെ എന്റെ അച്ഛൻ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് സ്വപ്നം കാണാൻ എന്നെ പഠിപ്പിച്ച അച്ഛന്റെ സ്വപ്നം സഫലമാക്കിയ നിമിഷമാണിത്. അതുകൊണ്ട് ഈ സമ്മാനം എന്റെ അച്ഛനുള്ളത്. ഇതൊക്കെ കേട്ട് ശ്രീനിയുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു പോവുകയാണ്. കൺമണി അങ്ങനെ സാഗറിൽ നിന്നും ആ പുരസ്കാരം ഏറ്റുവാങ്ങി ശ്രീനിക്കാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. കൺമണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ശ്രീനി. അപ്പോ ഇതേ സമയം വരുണിന്റെ അടുത്ത് നിന്ന് ഒരു സ്റ്റാഫ് ചോദിക്കുകയാണ്, ലോനപ്പൻ ചേട്ടനെ കണ്ടോന്ന്. എന്നാൽ വരുൺ അയാളോട് ദേഷ്യപ്പെട്ട് അയാളെ ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ലോനപ്പനാണെങ്കിൽ ഒരു മുറിയിലെ ബോധമില്ലാതെ കിടക്കുന്നു. ശേഷം സാഗർ എല്ലാവരെയും അറിയിക്കുകയാണ്, ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അറിയിക്കാൻ പോവുകയാണെന്നും. സത്യത്തിൽ അതാണ് ഈ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ മകൻ കൃഷും എന്റെ പ്രിയ സുഹൃത്ത് മിസ്റ്റർ ജയമോഹന്റെ മകൾ മാനസയുമായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ഇരു വീട്ടുകാരെയും സംബന്ധിച്ച് അതൊരു വിവാഹത്തിലേക്ക് നീങ്ങിയില്ല. കൃഷിന് ഞങ്ങൾ പുതിയൊരു വിവാഹം തീരുമാനിക്കുക. ആ തീരുമാനത്തിന് അനുവാദം നൽകിയ ഞങ്ങളുടെ സ്നേഹിതൻ ജയമോഹൻ, സഹോദരി തുല്യം ബന്ധമുള്ള ഹേമ, പിന്നെ മാനസ, 3 പേരോടും ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ സമ്മതത്തോടു കൂടി തന്നെ ഞാനൊരു പുതിയ കാര്യം അനൗൺസ് ചെയ്യുകയാണ്. കൺമണി ഇനി അലികയുടെ ചീഫ് ഡിസൈനർ മാത്രമല്ല, ഞങ്ങളുടെ മരുമകളും കൂടെയാണ്. ഡിസംബർ 22-ാം തീയതി തിങ്കളാഴ്ച ആ ശുഭമുഹൂർത്തത്തിൽ കൃഷിന്റെയും കൺമണിയുടെയും വിവാഹമാണ്. അത് ഞാനിവിടെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യാമെന്ന് ഇവിടെ സാഗർ അറിയിക്കുന്നത് കേട്ടിട്ട് മാനസിക ആന്റിമയെ ഒഴികെ എല്ലാവരും നിറഞ്ഞ കൈയടിയോടെ അതിന് പ്രോത്സാഹനം നൽകുകയാണ്. കൃഷാണെങ്കിലും കൺമണിയെ കെട്ടിപ്പിടിച്ച് അവരുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നതിന്റെ ആ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുന്നു. പിന്നീട് കൃപ ചോദിക്കുകയാണ് കേട്ടോ കൃഷിനോട്, അപ്പൊ തുടങ്ങുകയല്ലേ ഏട്ടാന്ന്. കൺമണിക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടുന്നില്ല. എന്ത് തുടങ്ങാന്ന് ചോദിക്കുമ്പോ മഹിയെ നോക്കിയിട്ട് മഹിയുടെ അനുവാദം കൂടെ ചോദിക്കുന്നുണ്ട് കൃഷ്. മഹിയാണെങ്കിലും തുടങ്ങിക്കോളാൻ തന്നെ പറഞ്ഞ തംസപ്പ് കാണിക്കുന്നു. പിന്നീട് കൃഷ് ഉണ്ടല്ലോ, കയ്യിലൊരു മോതിരവുമായി കൺമണിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് വിൽ യു മാരി മീ എന്ന് ചോദിക്കുകയാണ്. കൺമണി ആദ്യം ഒന്ന് പകച്ചു പോകുന്നുണ്ട്. എല്ലാവരും അതേസമയം കൺമണിയോട് യെസ് പറയാൻ പറഞ്ഞ് അലമുറയിടും. കൺമണിയും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനിടയിൽ ഒരാളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, കൃഷിന്റെ കാല് വേദനിക്കും, അതുകൊണ്ട് വേഗം മോതിരം വാങ്ങാൻ. അങ്ങനെ കൺമണിയുടെ മൗനാനുഭവത്തോടെ കൃഷ് ആ മോതിരം കൺമണിയുടെ വിരലിൽ അണിയിക്കുകയാണ്. കൺമണിയുടെ കൈകളിൽ ചുംബനം കൂടെ കൊടുക്കുന്നുണ്ട് കൃഷ്. വരുണിന്റെ അവസ്ഥ പിന്നെ പറയണ്ട, വരുൺ ആകെ കലിപ്പിലാവുന്നുണ്ട്. കൃഷും കൺമണി അങ്ങനെ ഒന്നായി പരസ്പരം നോക്കി ചിരിക്കുന്നതെല്ലാം കണ്ട് മാനസ തുറിച്ചു നോക്കുകയാണ്. ആ സമയത്ത് മാനസയെ നോക്കുന്നുണ്ട് കൃഷ് വിജയീ ഭാവത്തോടെ തന്നെ. പിന്നീട് മാനസ ഒട്ടും വൈകിയില്ല. ഇതാണ് പറ്റിയ അവസരം എന്ന് കരുതിക്കൊണ്ട് ലഹരി മരുന്ന് പുറത്തേക്കെടുത്ത് തന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. കൃഷ് കൺമണിയും കൂട്ടി സ്റ്റേജിൽ നിന്ന് പുറത്ത് കിടക്കുന്നതും മാനസ ചെന്നിട്ട് കൃഷിനെ വിളിക്കുകയാണ്. കൃഷ്, കൺഗ്രാറ്റുലേഷൻസ് ഇങ്ങനെ പറഞ്ഞ് കൃഷിനെ ഹഗ് ചെയ്യുന്ന സമയത്ത് മാനസ പ്ലാൻ ചെയ്ത പോലെ തന്നെ കയ്യിൽ വെച്ചിരുന്ന മയക്കുമരുന്ന് കൃഷിന്റെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഇടുവാൻ മാനസയ്ക്ക് സാധിച്ചു. എന്നാൽ വേറൊരു ട്വിസ്റ്റ് അപ്പോഴാണ് സംഭവിക്കുന്നത്. മാനസ ഈ ചെയ്യുന്നതെല്ലാം കൺമണി കാണുന്നുണ്ടായിരുന്നു. കൺമണി ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. കണ്ട കാര്യങ്ങളൊന്നും പുറത്തു പറയാതെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയാണ് തൽക്കാലത്തേക്ക്. മാനസയും വരുണും അവരുടെ പ്ലാൻ എല്ലാം വർക്കൗട്ട് ആയതിന്റെ സന്തോഷത്തില് പരസ്പരം തംസപ്പ് എല്ലാം കാണിക്കുകയും വരുൺ പിന്നീട് ഒട്ടനെ തന്നെ അനിരുദ്ധിനെ ഇക്കാര്യം വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാം ഓക്കെ ആയി, ഇനി പുറപ്പെട്ടോ, വന്ന് അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്തോണ്ടങ്ങ് പൊക്കും. അനിരുദ്ധ് ഇത് കേൾക്കേണ്ട നിമിഷം ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ജീപ്പുമായി കൃഷിനെ അറസ്റ്റ് ചെയ്യാൻ. ഈ സമയം സാഗർ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ എല്ലാവരെയും അറിയിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിനിടയിൽ കൺമണി ഉണ്ടല്ലോ, നമ്മുടെ സുലോചനയും ഗോകുലിനെയും ഒക്കെ രഹസ്യമായിട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. നമ്മൾ സംശയിച്ചതെല്ലാം നേരാണ്. മാനസ കൃഷ്സാഗറിന്റെ പോക്കറ്റില് രഹസ്യമായി എന്തോ ഒരു പൊതി വെച്ചിട്ടുണ്ട്. അത് ഉറപ്പായും ലഹരി മരുന്ന് തന്നെയാകാനേ വഴിയുള്ളൂ. കൃഷ്സാറിനെ ചതിക്കാനുള്ള നീക്കവ. ഇത് കേട്ട് അമ്മായിയും ഗോകുലും ഞെട്ടുന്നുണ്ട്. അവർ സത്യമാണോ ചോദിക്കുന്നുണ്ട്. അതെ സത്യം, പക്ഷെ നമുക്കിപ്പോ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് കൃഷ്സാഗറിന്റെ പോക്കറ്റിൽ നിന്ന് ആ മയക്കുമരുന്ന് എടുക്കണം. ഇതേ സമയം ഗോകുൽ ചോദിക്കുന്നുണ്ട്, നമ്മളത് എന്തിനെടുത്ത് മാറ്റണം? കൃഷ്സാറിനോട് പറഞ്ഞാൽ പോരെ? എടാ, കൃഷ്സാർ അത് അറിഞ്ഞാലുള്ള കുഴപ്പത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളതല്ലേ. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യണം.
ജയിക്കണം, ഒരാള് പോലും അറിയാതെ നമ്മൾ കാര്യം നടത്തണം. അങ്ങനെയാണ് കൺമണി തീരുമാനിക്കുന്നത്. അതിന് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നുമുണ്ട് സുലോചനയും ഗോകുലും. ബലരാമനെ കുറിച്ചെല്ലാം വേദിയിൽ സംസാരിക്കുന്നുണ്ട് സാഗർ. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകനെയാണ് ഇപ്പൊ തിരിച്ചു കിട്ടിയത്. ഇത് ഞങ്ങളുടെ മൂത്ത മകൻ ബലരാമനെയും അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സാഗർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. മാനസ വരുണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വരുൺ സന്തോഷത്തോടെ അറിയിക്കുക, അനിരുദ്ധ് വന്നുകൊണ്ടിരിക്കുക, ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടെ മാത്രം ആഘോഷ വീട് ഒരു മരണ വീടാകാൻ. ഓർക്കുമ്പോ തന്നെ രോമാഞ്ചം വരിക എന്നൊക്കെ സന്തോഷം അടക്കാനാവാതെ വരുണും മാനസയും കൂടെ പരസ്പരം സംസാരിക്കുകയാണ്. ഏതായാലും കൃഷിന്റെ പോക്കറ്റിൽ നിന്ന് ആ മയക്കുമരുന്ന് എടുക്കണമെന്നുള്ള ദൗത്യവുമായിട്ട് സുലോചന കൃഷിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കൃഷിന്റെ മുമ്പിൽ നിന്ന് ഒരൊറ്റ കരച്ചിലാണ്, കെട്ടിപ്പിടിക്കുന്നുമുണ്ട്. എന്നിട്ട് പറയാണ്, ഒക്കെ സ്വപ്നം കാണുന്ന പോലെയാ തോന്നുന്നേ, ഞങ്ങളുടെ കൺമണി മോൾക്കേ ഇങ്ങനെ ഒരു മഹാഭാഗ്യം വന്നല്ലോ. നന്ദിയുണ്ട് സർ, നന്ദിയുണ്ട്. കൃഷിന് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി, യഥാർത്ഥ കരച്ചിലാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഗോകുലും പിന്നിൽ നിന്ന് അപ്പച്ചി കരയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സുലോചന ആണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല, കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കൺമണി അങ്ങോട്ട് വരുമ്പോ കൺമണിയുടെ നേർക്ക് കോട്ടിന്റെ പോക്കറ്റ് വരുന്ന ഭാഗം കൺമണിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നീക്കി കൊടുക്കുകയാണ്. കൺമണി കൃത്യം പോക്കറ്റിൽ നിന്ന് ആ മയക്കുമരുന്ന് കൈക്കലാക്കുകയും ചെയ്യുന്നു.